അതേമാതിരി ഇസ്രായേൽ മക്കളും ഇപ്പോൾ പാപക്ഷമയ്ക്ക് വേണ്ടി, അബ്രഹാമിൻ്റെ മക്കളായ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ പാപക്ഷമയ്ക്ക് വേണ്ടി കരയാണ്. അവർ പാപക്ഷമയ്ക്ക് വേണ്ടി കരയുന്നത് എന്തിനാണ്? ആ പാപക്ഷമ ലഭിച്ചെങ്കിൽ മാത്രമേ അവരുടെ പ്രവാസം തീരുകയുള്ളൂ, അവർക്ക് ആ സ്ഥലത്തേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവ സാന്നിധ്യം മടങ്ങി വരികയുള്ളൂ. കാരണം പാപം മൂലമാണല്ലോ ശാപം വന്നത്. ശാപത്തിൻ്റെ കൂടെ എന്ത് വന്നു? മരണം വന്നു, പ്രവാസം വന്നു. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രവാസത്തെ അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു വന്ന് അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അവർക്ക് വേണ്ടി, അവർക്ക് പകരമായിട്ട് യാഗമായി തീരുമ്പോൾ, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി മെഷിയയാണ്. മെഷിയ എന്ന് പറഞ്ഞാൽ ഞാൻ രാജാവാണ് എന്നാണ് യേശു ക്രിസ്തു ക്ലെയിം ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ രാജാവാണ് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. മെഷിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ, ഒരു കാര്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവൻ. അന്ന് അഭിഷേകം ദൈവം കൊടുക്കുന്നത് കേവലം രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമാണ്. അപ്പോൾ രാജകീയ പുരോഹിതനാണ് യേശു ക്രിസ്തു. അവൻ ഇസ്രായേലിൻ്റെ രക്ഷകനുമാണ്. അവൻ ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. അവൻ ഇസ്രായേലിൻ്റെ പ്രതിനിധിയാണ്. ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത്. ആ ക്രൂശിൽ മരിക്കുന്നതിലൂടെ അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ പാപം ക്ഷമിക്കപ്പെടാനുള്ള കാര്യം അവൻ ചെയ്തു തീർക്കുകയാണ്. ഇസ്രായേലിൻ്റെ പാപം മുഴുവനും യേശു ക്രിസ്തുവിൽ ദൈവം ശിക്ഷിക്കുകയാണ്. യേശു ക്രിസ്തു പരിശുദ്ധനാണ്, അവനിൽ പാപം ഒട്ടുമില്ല. പക്ഷേ ആ പാപത്തിൻ്റെ ശിക്ഷ ഒരു മൃഗം ഏറ്റെടുക്കുന്നത് മാതിരി യേശു ക്രിസ്തു അവർക്ക് വേണ്ടി, അവർക്ക് പകരമായി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ട് അവരുടെ പാപം യേശു ക്ഷമിക്കുന്നു. അവരുടെ പാപം ക്ഷമിക്കാൻ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ദൈവക്രോധം വെളിപ്പെടുകയാണ്. ദൈവം അവിടെ ഉണ്ടായിരുന്ന, അന്നുണ്ടായിരുന്ന ഇസ്രായേലിനെ മുഴുവനും, അവിടെ ഉണ്ടായിരുന്ന അന്യജാതിക്കാരെ മുഴുവനും യേശുവിനെ ഈ അവസ്ഥയിലാക്കി എല്ലാവരെയും കൊല്ലാനായിട്ടാണ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധം. എന്നാൽ ആ ക്രോധം യേശു സഹിക്കുന്നു. മനുഷ്യരുടെ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും കയ്പും ക്രൂരതയുള്ള വാക്കുകളും യേശു സഹിക്കുന്നു. ഇതെല്ലാം യേശു ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ തിരിച്ച് സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു പറയാണ്, ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർ അറിയാകിയാൽ പിതാവേ ഇവരോട് ക്ഷമിക്കണം. പിതാവിൻ്റെ ക്രോധം മുഴുവൻ യേശു ഏറ്റെടുക്കുകയാണ്. ദൈവക്രോധം വരുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുക. വേദപുസ്തകത്തിൽ ദൈവക്രോധം വരുമ്പോഴാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ഇരുണ്ടു പോവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത് ദൈവക്രോധത്തെയാണ്. ദൈവത്തിൻ്റെ ക്രോധം എന്തിനെതിരെയാണ് വന്നിരിക്കുന്നത്? ഈ ഇസ്രായേലിൻ്റെ മെഷിയായിരിക്കുന്ന, രക്ഷകനായിരിക്കുന്ന, ദൈവപുത്രനായിരിക്കുന്ന, സാക്ഷാൽ ദൈവം തന്നെയായിരിക്കുന്ന യേശുവിനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ചിട്ട് അവനെ അവർ ക്രൂശിൽ മൃഗീയമായി കൊല്ലുന്ന സമയത്ത് ദൈവത്തിന് അത് നോക്കിയിരിക്കാൻ പറ്റില്ല. ദൈവം കോപത്തോടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ 12 ലഗ്യോൻ ദൂതന്മാരെ, സ്വർഗ്ഗദൂതന്മാരെ ഇറക്കി നിങ്ങളെയൊക്കെ സംഹരിക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഉദ്ദേശത്തോടെയാണ്. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ട് വീണ്ടും ഈ ഉടമ്പടി സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ഓൾറെഡി തകർക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ദൈവമായിട്ട് അകന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിലില്ല. ആ സാന്നിധ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ട് നിങ്ങളെല്ലാവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വന്ന് ആ പ്രവാസം തീർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു അവരുടെ പാപത്തിൻ്റെ ബലിയായി തീരുമ്പോൾ, യേശു കേവലം ഇസ്രായേലിൻ്റെ മാത്രം പാപത്തിൻ്റെ ബലിയായി അല്ല തീരുന്നത്, യേശു സകല മാനവരാശിക്കും വേണ്ടിയും കൂടിയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? യേശുവിൽ നമുക്കൊരു ആദാമിനെ കാണാനായിട്ട് സാധിക്കും. ആദാമിനെ ദൈവം സൃഷ്ടിച്ചതുപോലെ, ആദാം ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്നത് പോലെയാണ് യേശുവും ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്നത്. പൂർണ്ണ ദൈവമെങ്കിലും അവൻ മനുഷ്യരൂപത്തിൽ ഒരു ആദാമിനെ പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെയും റെപ്രസെൻറ്റേറ്റീവാണ് യേശു. മനുഷ്യൻ്റെയും ദൈവവുമായിട്ടുള്ള ബന്ധം മൊത്തത്തിൽ തകർന്നിരിക്കുകയാണല്ലോ. ഇസ്രായേലിൻ്റെയും ദൈവവുമായിട്ടുള്ള ബന്ധം മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ രണ്ട് ബന്ധങ്ങളെയും യേശു ഒരുമിച്ച് ദൈവവുമായിട്ട് തിരിച്ചു ചേർക്കാൻ വേണ്ടി രണ്ട് കൂട്ടർക്കും പാപക്ഷമ മേടിച്ചു കൊടുക്കുകയാണ്. അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കാൻ വേണ്ടി യേശു അവരുടെ നടുവിൽ നിന്നിട്ട്, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ. ദൈവം യേശുവിൽ കൂടെ ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. വീണ്ടും ആ ഉടമ്പടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. ആ ഉടമ്പടി ബന്ധം സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് പാപക്ഷമ. ആ ഉടമ്പടി ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് കിട്ടുന്ന കാര്യമാണ് അവകാശം. ആ ഉടമ്പടി ബന്ധം സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് തിരിച്ചു കിട്ടുന്ന സാധനമാണ് ദൈവ സാന്നിധ്യം.
ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് ദൈവം തിരിച്ചു തരികയാണ്. ഈ കാര്യങ്ങളൊക്കെ അതേമാതിരി മാനവരാശിക്കും ദൈവം തിരിച്ചു തരികയാണ് എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്ന് വെച്ചാൽ അവനിൽ, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒരാൾക്കാണ് വീണ്ടെടുപ്പിൻ്റെ ആവശ്യം. മാനവരാശി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഇസ്രായേലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അകന്നിരിക്കുന്നു, അവരും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആ നഷ്ടപ്പെട്ടു പോയ രണ്ട് കൂട്ടർക്കും എന്താവശ്യമാണ്? വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ വീണ്ടെടുപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? പാപമോചനത്തിൽ കൂടെയാണ്. പാപത്തിൽ കൂടെയാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. പാപം ചെയ്തുകൊണ്ടാണല്ലോ ദൈവ സാന്നിധ്യത്തിൽ നിന്നും, ഏദൻ തോട്ടത്തിൽ നിന്നും, പിന്നീട് ഇസ്രായേലിൽ നിന്നും ജനം പ്രവാസത്തിലേക്ക് പോയത്. അപ്പോൾ ആ പാപം എന്ന് പറയുന്ന സാധനത്തിന് പരിഹാരം ഉണ്ടാകണം, പാപമോചനം ഉണ്ടാകണം. ആ പാപമോചനം എന്ന വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നാണ് പൗലോസ് ആദ്യം പറയുന്നത്. ഇനി പാപമോചനം എന്ന് പറയുന്ന കാര്യം മാത്രമല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം കിട്ടുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വരികയാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ആലയത്തിനകത്ത് പൊതുവായിട്ട് എല്ലാവർക്കും അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അത് പുറത്തായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ദൈവം വീണ്ടും ഈ നിയമം സ്ഥാപിക്കുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉടമ്പടി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനകത്താണ് ഇത് മുഴുവൻ മനസ്സിലാക്കേണ്ടത്. അപ്പം ആദ്യം ആദാമിന് ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അവനുണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി. ഇസ്രായേലിന് ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു, ഇസ്രായേലിന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി. ആ ഉടമ്പടി വീണ്ടും ദൈവം പുതുക്കുകയാണ്. ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ ഉടമ്പടി, പുതിയ നിയമം, ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയാണ് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം തിരിച്ചു തരികയാണ്. ദൈവം പറഞ്ഞല്ലോ ഇരമ്യാവിൽ കൂടിയും എസെക്കിയേലിൽ കൂടിയും, ഇനി ഞാനൊരു ഉടമ്പടിയും കൂടെ ചെയ്യും. ആ ഉടമ്പടി ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. ആ ഉടമ്പടി ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ അറിയും. സമൂഹമായിട്ട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് ബന്ധമുണ്ടാകും. വ്യക്തിപരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾക്ക് മാംസളമായ ഹൃദയങ്ങളെ ദൈവം തരും. അന്ന് നിങ്ങൾ ഇസ്രായേലിൽ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മുഴുവൻ ലംഘിച്ച് വിഗ്രഹങ്ങളുടെ പുറകെ പോയി നിങ്ങളുടെ ഇടയിൽ അനീതി പ്രവർത്തിച്ചതുപോലെ ആയിരിക്കില്ല. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ സ്നേഹം നിറയ്ക്കും. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കാൻ വേണ്ടിയാണ്. ആ സ്നേഹം എന്ന ഭാഷ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തികളുടെ ഉള്ളിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തികളുടെ ഉള്ളിലേക്ക് ദൈവം തിരിച്ച് തരുന്നത് അവരുടെ കഠിനപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും കഠിനപ്പെട്ടു പോയ കഠിന ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയങ്ങൾ അവർക്ക് നൽകാനും, അവർ ദൈവത്തെ അനുസരിക്കാനും, അവർ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും വേണ്ടിയുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ്. യെഹെസ്കേലും ഇരമ്യാവും ഒക്കെ പ്രവചിച്ച പ്രവചനങ്ങൾ നിവൃത്തിയാവുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആദ്യം അവനിൽ നിങ്ങൾക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ പാപമോചനത്തിലൂടെ ദൈവം വീണ്ടും ആ ദൈവാലയത്തിലുള്ള ഉടമ്പടി സ്ഥാപിക്കുകയാണ്. പാപമോചനം മാത്രമല്ല, പിന്നെ പരിശുദ്ധാത്മാവിനെയും കൂടെ കിട്ടുകയാണ്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം തരികയാണ്. ദൈവം എന്തിനാണ് തന്നിരിക്കുന്നത്? നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി, ദൈവസ്നേഹം നിങ്ങളിൽ വർദ്ധിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ദൈവത്തെ സ്വാഭാവികമായിട്ട് സ്നേഹിക്കാൻ സാധിക്കേണ്ടതിന് വേണ്ടി. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇസ്രായേൽ മക്കൾക്ക് ദൈവസാന്നിധ്യം പുറത്താണ്. അപ്പോൾ അവർക്ക് കഠിനപ്പെട്ട അവസ്ഥകൾ ഉണ്ടാവും, അവർ ചിലപ്പോൾ ദൈവത്തെ അനുസരിക്കില്ല. പക്ഷേ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യാനും നിങ്ങൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കത്തക്ക രീതിയിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനും വേണ്ടിയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ, നിങ്ങളെ അതുപോലെ മെനഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം ദൈവാലയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം പണ്ട് ഏദൻ തോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം ദൈവം പുറത്തും മനുഷ്യൻ വേറെയായിട്ടും നിൽക്കുകയാണ്, ദൈവവും മനുഷ്യനും. ഇസ്രായേലിൻ്റെ ആലയത്തിൽ നമ്മൾ നോക്കുമ്പോഴും ദൈവവും മനുഷ്യനും രണ്ട് എൻറ്റിറ്റി ആയിട്ട് വെവ്വേറെയായിട്ടാണ് ഇരിക്കുന്നത്. ആ സമൂഹത്തിന് മൊത്തത്തിലായിട്ട് ദൈവ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പോലെ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന ശേഷം അവൻ പരിശുദ്ധാത്മനെ അയച്ചു. ആ കാര്യം ഇവിടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുകയാണ്. പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുത്ത് പോയി പിതാവിൻ്റെ വലതുഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം വഹിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുന്നുകൊണ്ട് അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞ ആ പ്രവചനം അവിടെ നിവൃത്തിയാവുകയാണ്. ആ ദൈവാത്മാവിനെ ദൈവം അയച്ചിരിക്കുന്നത് ആദ്യം യഹൂദന്മാരുടെ ഇടയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവരെല്ലാവരും മർക്കോസിൻ്റെ ഭവനത്തിൽ മുകളിലത്തെ മുറിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ മേലേക്ക് വരികയാണ്. ഓരോരുത്തരുടെ മേലും വ്യക്തിപരമായിട്ട് ദൈവാത്മാവ് വന്ന് പതിക്കുകയാണ്. അവർ ദൈവവുമായിട്ട് ബന്ധപ്പെടുകയാണ്, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്, അവർ പ്രവചിക്കുകയാണ്. അവരുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഏതളവിലാണെന്ന് ചോദിച്ചാൽ അവർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ദൈവത്തോടുള്ള അവരുടെ നന്ദി അത്രയ്ക്ക് അങ്ങോട്ട് വർദ്ധിച്ചു. അവരിതുവരെയും യഹൂദന്മാരെ പേടിച്ച് യഹൂദന്മാർ ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച്, യേശുവിനെ ഓൾറെഡി ക്രൂശിച്ചല്ലോ, ഇനി ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിട്ട് അവർ ആ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് ഈ 120 പേര് ഇരുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേലെ വന്നപ്പോൾ അവർക്ക് കൃതജ്ഞത കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. ദൈവത്തോടുള്ള നന്ദി അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു. കാരണം ഒരിക്കലും ദൈവവുമായിട്ട് ചേരാൻ സാധിക്കാത്ത രീതിയിൽ മാനവരാശിയും ഇസ്രായേലും ആയിരിക്കുന്ന ആ അവസ്ഥയിൽ പാപമോചനം കിട്ടുന്നു എന്ന് മാത്രമല്ല, ദൈവ സാന്നിധ്യം അതിൻ്റെ അടയാളമായിട്ട് ദൈവം അയക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് അവരുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കൃതജ്ഞതയാൽ നിറഞ്ഞു. അവർ ദൈവത്തിന് സ്തുതികൾ പാടാൻ തുടങ്ങി. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ, ദൈവവുമായിട്ട് നമുക്ക് ബന്ധം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. പൗലോസ് പറയുന്നത് കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ദൈവം ഇത് ചെയ്തത് എന്ന് വെച്ചാൽ എന്താണ്? ഈ കൃപ എന്ന് പറയുന്ന കാര്യം എന്താണ്? മഹത്വം എന്ന് പറയുന്ന കാര്യം എന്താണ്? ഇതൊക്കെ ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. പൗലോസ് ഈ 1-ാം അധ്യായത്തിൽ മുഴുവനും ദൈവാലയം എന്ന് പറയുന്ന ഒരു ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അനാലജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഒരു ഉപമയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയാണ്, പാപമോചനം എവിടെയാണ് വേണ്ടത്? ദൈവത്തിൻ്റെ ആലയത്തിലാണല്ലോ യഹൂദന്മാർക്ക് പാപമോചനം കിട്ടിക്കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിലാണല്ലോ അവർ കൃതജ്ഞത കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചത്. ദൈവത്തിൻ്റെ ആലയത്തിലാണല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന മുഴുവൻ പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ ദൈവാലയത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ഈ പുതിയ ദൈവാലയത്തിനകത്ത് എന്തൊക്കെയാണ്? അവനിൽ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? യേശുക്രിസ്തു ആണ് ആ പുതിയ ദൈവാലയം. ആ യേശുക്രിസ്തുവിൽ ഒരു പുതിയ ദൈവാലയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പുതിയ ദൈവാലയത്തിൽ നമുക്കെന്തുണ്ട്? പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്കെന്തുണ്ട്? പരിശുദ്ധാത്മാവെന്ന ദാനമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവ് നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. നമുക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലവരാണ്, നീതിമാന്മാരാണെന്ന് ദൈവം കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവകാശമുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഹരിയുണ്ട്. നമ്മൾ ഏസാണ്, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ഏസാണ്, അവകാശികളാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് 10 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ചില മക്കൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അവർക്ക് ചിലപ്പോൾ അവരുടെ സമ്പത്തിൽ അവകാശം കൊടുത്തില്ല എന്നിരിക്കും. പക്ഷെ അനുസരിക്കുന്ന മക്കൾക്ക്, നല്ല ബന്ധത്തിൽ നിൽക്കുന്ന മക്കൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും കൂടി ആവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളുടെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, നിങ്ങൾക്ക് പാപമോചനമുണ്ട്, ഈ ഉടമ്പടി ബന്ധം നിങ്ങളുടെ നേരെയായിട്ടുണ്ട്. അങ്ങനെ ആയ സ്ഥിതിക്ക് നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആദിമ നൂറ്റാണ്ടിലെ
ആ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തെ ആരാധിച്ച ആ വ്യക്തികൾ, അന്ന് പ്രസംഗിച്ച ആ വ്യക്തികൾ എത്ര നന്ദിയാലാണോ നിറഞ്ഞിരുന്നത്, അതേപോലെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. കാരണം ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടത്, മാനവരാശിക്ക് മുഴുവൻ നഷ്ടപ്പെട്ടത്, ഇസ്രായേലിന് ലഭിച്ചിട്ട് നഷ്ടപ്പെട്ടത്, അത് നമുക്ക് ദൈവം തരികയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിച്ചിട്ടാണല്ലോ ഈ സന്യാസിമാരും ബുദ്ധനും മഹാവീരനും ഒക്കെ ഇറങ്ങിപ്പോയത്. ആ സാന്നിധ്യം സൗജന്യമായിട്ട് ദൈവം നിങ്ങൾക്കും എനിക്കും തരികയാണ്. അപ്പം നമുക്ക് എത്രയധികം ദൈവത്തോട് എന്തുണ്ടാവണം? നന്ദി ഉണ്ടാവണം. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ കൂടെ ദൈവം മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്! ഏതവസ്ഥയിൽ കിടന്ന മാനവരാശിയാണ്, ഏതവസ്ഥയിൽ കിടന്ന ഇസ്രായേലാണ്, ആ ബന്ധം ദൈവം, ആ വിച്ഛേദിച്ചു പോയ ബന്ധം ദൈവം പുനഃസ്ഥാപിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മനുഷ്യർക്ക് ദൈവം അവൻ്റെ സാന്നിധ്യം കൊടുക്കുന്നു, പാപക്ഷമ കൊടുക്കുന്നു. ദൈവം അവരുടെ ശാപത്തെ മാറ്റി, അവരുടെ മരണത്തെ മാറ്റി അവരെ അവകാശികളാക്കുന്നു. എന്തിൻ്റെ അവകാശികളാക്കുന്നു? ജീവൻ്റെ അവകാശികളാക്കുന്നു, നിത്യജീവൻ്റെ അവകാശികളാക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ? ആ ഉയർപ്പിൻ്റെ ശരീരം പോലെയുള്ള ശരീരങ്ങൾക്ക് നിങ്ങളും അവകാശികളാണ്. അതാണ് ഈ അവകാശം എന്ന് പറഞ്ഞാൽ. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ആ വരുന്ന സമയത്ത്, ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ വീണ്ടും വരും. അവൻ വരുന്ന സമയത്ത് അവൻ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും രൂപാന്തരപ്പെടുത്തും. ആ രൂപാന്തരപ്പെട്ട പ്രപഞ്ചത്തിനകത്ത് നിങ്ങളും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. നമ്മളെല്ലാവരും രാജാക്കന്മാരെ പോലെ ആയിരിക്കും. അവിടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും, രാജകീയ പുരോഹിതന്മാരായിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കും അവിടെ. ആ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത ശരീരമാണ്, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ജീർണിക്കാത്ത, ഒരിക്കലും കേടുവരാത്ത, ഒരു രോഗവും വരാത്ത, ഫിസിക്കലായിട്ടുള്ള ഒരു കേടുപാടും സംഭവിക്കാത്ത ഒരു ശരീരം ദൈവം നമുക്ക് തരാൻ പോകും. ആ ശരീരത്തിൽ, അതാണ് നമ്മുടെ അവകാശം. അതിൽ നമ്മൾ നിത്യമായി വസിക്കും, നിത്യമായി വാഴും. ആ രാജ്യത്തിൻ്റെ ഭാഷ സ്നേഹം എന്ന ഭാഷയായിരിക്കും. അവിടെ കരടിയും സിംഹവും ഒന്നും പശുവിനെ ഉപദ്രവിക്കില്ല. അവിടെ ആനിമൽസ് തമ്മിൽ സമാധാനത്തിലായിരിക്കും. അവിടെ മരണം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വെജിറ്റേറിയനെ കിട്ടുള്ളൂ കേട്ടോ. കാരണം മരണമില്ലല്ലോ. മരണം ഇല്ലെങ്കിലും മീറ്റോ ഫിഷോ ഒന്നും കിട്ടൂലല്ലോ. പക്ഷെ അവിടെ വളരെയധികം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും സ്നേഹവും ഉണ്ടായിരിക്കും. ജീവൻ അവിടെ വ്യാപരിക്കും. അങ്ങനെയുള്ള ഒരു അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന രാജ്യത്തിൽ, വരാനിരിക്കുന്ന ആ കാലം, യേശുക്രിസ്തു വന്ന ശേഷമുള്ള ആ കാലത്തെയാണ് ഇവർ വരാനിരിക്കുന്ന കാലം എന്ന് വിളിക്കുന്നത്. കമ്മിങ് ഏജ് എന്നാണ് അതിന് പറയുന്നത്. ആ വരാനിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ അവകാശികളായി നിങ്ങൾ തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പിന്നീട് എഴുതുകയാണ്, നിങ്ങളുടെ അകത്തെ കണ്ണുകൾ പ്രകാശിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ശുഭഭാവി ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരണം. ദൈവത്തിൻ്റെ മഹിമാധനത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഫ്യൂച്ചറിൽ എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരണം. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് ഈ കാര്യങ്ങൾ ഒരു ദൈവാലയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്നതുപോലെ, ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചട്ടക്കൂടിനകത്തുള്ള കാര്യങ്ങൾ എന്ന പോലെ വിശദീകരിക്കുമ്പോൾ ആദ്യം പൗലോസ് പറയുന്നത്, ഞങ്ങളെ ദൈവം ഇതിനകത്ത് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തു. പിന്നീട് പൗലോസ് പറയാണ്, നിങ്ങളെയും അന്യജാതികളെയും ദൈവം ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ ദൈവം രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് പൗലോസ് അവിടെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേലിനാണ് എന്തുള്ളത്? തെരഞ്ഞെടുപ്പുള്ളത്. ഇസ്രായേൽ ജാതിയെ ദൈവം മറ്റുള്ള ജാതികളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിനാണ് ദൈവത്തിന് മുൻനിർണയമുള്ളത്. മുന്നമേ ദൈവം നിർണയിച്ചിരിക്കുന്ന ഒരു ജാതിയാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. ഇസ്രായേലിനാണ് ദൈവത്തിൻ്റെ ഫോർനോളജ്, അല്ലെങ്കിൽ ദൈവം നേരത്തെ കൂട്ടി അറിയുന്ന ഒരു ജാതി. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മുൻനിർണയം, ഫോർനോളജ്, തെരഞ്ഞെടുപ്പ്
ഈ വാക്കുകളൊക്കെ നമ്മൾ വായിക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള സംഗതികളായിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷേ പൗലോസ് വാസ്തവത്തിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. ആ പഴയ ഉടമ്പടി ഉണ്ടല്ലോ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള, അവിടെ നിന്നാണ് പൗലോസ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് എന്തുണ്ട്? ദൈവത്തിൻ്റെ മുൻനിർണയമുണ്ട്. ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ചുള്ള, ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജനം അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, വിട്ടുപോയപ്പോൾ, ദൈവസാന്നിധ്യം ഇല്ലാതായപ്പോൾ ആ ദൈവസാന്നിധ്യം മടക്കി വരുത്താൻ വേണ്ടി അവർക്ക് ദൈവം പാപക്ഷമ കൊടുത്തു. അവരെ ദൈവം വീണ്ടെടുത്തു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവരെ ദൈവത്തിൻ്റെ അവകാശികളാക്കി തീർത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ 1-ാം അധ്യായത്തിൽ സകല ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്കിനകത്ത് പൗലോസ് ഒതുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് എന്ന് പൗലോസ് പിന്നെ പറയണം. അപ്പോൾ പൗലോസ് എന്ന് പറയുന്നത് യഹൂദനാണ്. യഹൂദന്മാർക്കാണ് ഈ പറയുന്ന കാര്യത്തിനൊക്കെ മീനിങ് ഉള്ളൂ. അന്യജാതിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടിയെ പറ്റി എന്തെങ്കിലും അറിയോ? ഇല്ലല്ലോ. ഇസ്രായേലിൻ്റെ മുകളിലുള്ള മുൻനിർണയവും തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ അറിവും ഇസ്രായേലിനെ കുറിച്ചുള്ള ഈ പാപമോചനം അല്ലെങ്കിൽ പാപത്തിലൂടെയുള്ള അകൽച്ച, ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി അന്യജാതിക്കാരായുള്ള ആൾക്കാർക്ക് വല്ലതും അറിയോ? ഇല്ല. അപ്പോൾ എഫെസോസിലുള്ള സഭയിൽ പലതരം ആളുകളുണ്ട്. അതിൽ ആദ്യമുള്ളത് ഇസ്രായേൽ വിഭാഗത്തു നിന്ന്, അഥവാ യഹൂദ മതപ്രകാരം ജീവിച്ചിട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ ആളുകളാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ അവരുടെ മെഷിയായി, അവരുടെ രാജാവായി, അവരുടെ കർത്താവായി അംഗീകരിച്ച ഒരു ജനം. പിന്നെ ഉള്ളത് അന്യജാതികളിൽ നിന്ന് യവന ഭാഷ സംസാരിക്കുന്ന, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന മറ്റ് പല ദൈവങ്ങളെയും ദേവിമാരെയും, അർത്തിമിസ് എന്ന് പറയുന്ന ഒരു ദേവിയാണ് അവരുടെ ദേവി, ആ ദേവിയെയും പിന്നെ രാജാവിനെയും, റോമക്കാരുടെ രാജാവുണ്ടല്ലോ, റോമൻ എംപറർ, അവനെയാണ് അവർ ദൈവത്തെ പോലെ കാണുന്നത്. അവരൊക്കെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരാണ് പിന്നീട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് പൗലോസിൻ്റെ മിനിസ്ട്രിയിൽ കൂടെ ഈ ഒരു എഫെസോസ് സഭയിൽ വന്നിരിക്കുന്നത്. ഇവർക്കാണ് പൗലോസ് എഴുതുന്നത്. അപ്പോൾ പൗലോസ് ആദ്യം പറയാണ്, അതിൽ ഈ പറയുന്ന ആദ്യത്തെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുൻനിർണയം, തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ അറിവ്, മുന്നറിവ്, ദൈവത്തിൻ്റെ പാപക്ഷമ, വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മാവ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ട് പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം മടക്കി തരുന്നു, അവകാശം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സകല ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയാൻ, അതിനകത്തോട്ട്, ആ പദ്ധതിക്കകത്തോട്ട് ദൈവം ഞങ്ങളെ ആദ്യം വിളിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ. കാരണം യഹൂദന്മാർക്കാണല്ലോ ഇതൊക്കെ ബാധകം. ദൈവം ഞങ്ങളെ ആദ്യം അതിലേക്ക് വിളിച്ചു. ആ ഉടമ്പടി നേരെയാക്കിയ ഉടമ്പടിക്കകത്ത് ദൈവം ആദ്യം ഞങ്ങളെ വിളിച്ചു. കാരണം ഞങ്ങൾക്കാണ് പിതാക്കന്മാരും പ്രവാചകന്മാരും പഴയ നിയമമൊക്കെ ഉള്ളത്. ഞങ്ങളെ ദൈവം ആ ഉടമ്പടിയിൽ വിളിച്ചു. എന്തിനു വേണ്ടി? അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഒരു ടെമ്പിൾ ലാംഗ്വേജാണ്, ദൈവാലയത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അവൻ്റെ കൃപ എത്ര മഹത്വമേറിയതാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഗ്രേസ്, ഈ ഒരു ഫ്രേസ്, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഗ്രേസ്, കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്ന് പറയുന്ന ആ ഫ്രേസ് നമുക്ക് ആവർത്തിച്ച് ഈ 1-ാം അധ്യായത്തിലും പിന്നീടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു ആലയം എന്ന് പറയുന്ന ഒരു അനാലജിയിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായമൊക്കെ എഴുതുന്നത്. ഈ ആലയം എന്ന് പറയുന്ന ഒരു അനാലജിയാണ് നമുക്ക് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു അനാലജി എന്ന് പറയുന്നത് കുടുംബം എന്നുള്ള അനാലജിയാണ്. കുടുംബം. ഇപ്പം നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെന്തോ കുറ്റങ്ങളൊക്കെ ചെയ്ത കുറ്റവാളി, ആ കുറ്റവാളിയുടെ വക്കീലും കുറ്റവാളിക്ക് വേണ്ടിയിട്ട് ജാമ്യം എടുക്കുന്ന വ്യക്തിയും ആ കുറ്റവാളിയുടെ അതിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയുമായിട്ടാണ് യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ജഡ്ജിയാണ് ദൈവം. ആ ജഡ്ജി യേശുക്രിസ്തു ഒന്നായതുകൊണ്ട് ആ ജഡ്ജി നമുക്ക് ജാമ്യം തരുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നമുക്ക് മോചനം തരുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഈ സുവിശേഷത്തെ മനസ്സിലാക്കാറുള്ളത്.
പക്ഷെ അതിനകത്തൊരു വലിയ കുഴപ്പമുണ്ട്. ഇത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു അനാലജി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു കുറ്റവാളിയാണ്, നമ്മളെ കുറ്റങ്ങൾ ദൈവം ക്ഷമിക്കുന്നു, ദൈവവുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന രീതിയിൽ അതിനെ അവിടെ എടുത്തിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ. പക്ഷേ ആ ഒരു അനാലജിയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിനൊരു വലിയ കുഴപ്പമുണ്ട്. നമുക്ക് നമ്മുടെ വിലയെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മളൊരു കുറ്റവാളിയല്ലേ, നമുക്ക് അർഹതയില്ലല്ലോ, നമ്മൾ ആരുമല്ലല്ലോ, നമ്മൾ ഏതുമല്ലല്ലോ, ഒന്നുമല്ലല്ലോ. കർത്താവ് എന്തോ ഒരു കരുണ കാണിച്ച് കൃപ കാണിച്ച് നമ്മളെ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചിട്ട് നമ്മളെ ഇതിനകത്തോട്ട് ചേർത്തു. നമുക്ക് ദൈവമായിട്ട് അല്ലെങ്കിൽ ആ വക്കീലുമായിട്ട് അല്ലെങ്കിൽ ആ ജസ്റ്റിഫയറുമായിട്ട് നമുക്ക് വാസ്തവത്തിൽ പറഞ്ഞ ഒരു ബന്ധമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വിശ്വാസത്തിലിരിക്കുന്ന പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കും, കർത്താവിൻ്റെ ബെനിഫിറ്റൊക്കെ മേടിക്കും, കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കും, കർത്താവിൻ്റെ നാമത്തിൽ വീരപ്രവൃത്തികൾ ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ കർത്താവുമായിട്ട് അവർക്ക് വാസ്തവത്തിൽ ഒരു കുടുംബ ബന്ധത്തിനകത്തുണ്ടാകുന്ന ബന്ധം പോലെ അല്ലെങ്കിൽ ഈ പുനഃസ്ഥാപിക്കപ്പെട്ട ഉടമ്പടിക്കകത്ത് ഉണ്ടാകുന്ന സ്നേഹബന്ധം പോലെ കർത്താവിനോട് അവർക്ക് പ്രതിബദ്ധതയുള്ള ആ ഒരു ബന്ധം പോലെയുള്ള ഒരു ബന്ധം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ആ ബന്ധമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ള ജനങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ചിലർ വന്ന് പറയും, എന്നെ കർത്താവേ എന്ന് വിളിക്കവർ. പക്ഷെ ഞാൻ അവരെ നോക്കി പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം അവർക്ക് കർത്താവിൻ്റെ ഹൃദയം അറിയാൻ സാധിച്ചിട്ടില്ല. അവർ ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കർത്താവിനെ അനുഭവിച്ചിട്ടില്ല, കർത്താവിനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല, കർത്താവിനോട് അവർ വിശ്വസ്തത കാണിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ഈ ഉടമ്പടി കുറച്ചുകൂടെ പേഴ്സണലൈസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഈ പറയുന്ന എന്താ പറയുക അനാലജി കുറച്ചും കൂടെ പേഴ്സണലൈസ് ആയിട്ടുള്ളൊരു അനാലജി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ തെറ്റിപ്പോയ ഒരു മകൻ, കർത്താവ് തന്നെ ഉപയോഗിച്ച ലൂക്കോസ് 15 കർത്താവ് തന്നെ ഉപയോഗിച്ച ഒരു അനാലജിയാണ്. അപ്പോൾ തെറ്റിപ്പോയ ഒരു മകൻ തിരിച്ചു വരുന്നു. അപ്പോൾ പിതാവ് കാണിക്കുന്ന സ്നേഹം, ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിൽ യേശു കാണിക്കുന്ന സ്നേഹം. അപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിൽ യേശു അവനോട് സ്നേഹം കാണിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു, പിതാവ് അവനെ സ്വീകരിക്കുന്നു, യേശു അവന് വേണ്ടിയുള്ള വില വരെ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് യേശുവുണ്ട്, നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. പിതാവായ ദൈവം നമ്മുടെ പിതാവുമാണ്. അങ്ങനെയുള്ളൊരു കുടുംബം എന്നുള്ള രീതിയിലാണ് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് പൗലോസ് സഹോദരന്മാർ എന്ന് പറയുന്ന ആ ഒരു ലൈനും നമ്മുടെ പിതാവായ ദൈവം എന്ന് പറയുന്ന ആ ഒരു ടാഗും നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തിൻ്റെ അവകാശിയും അവൻ്റെ കൂട്ടവകാശികളാണ് നമ്മൾ യേശു ക്രിസ്തുവിനെയും പൗലോസ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനാലജിയും കൂടെ നമുക്ക് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം മുതൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു 2 അനാലജി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ദൈവാലയം, ആ ദൈവാലയത്തിനകത്ത് ഉടമ്പടി നിരപ്പാക്കപ്പെട്ട ദൈവവുമായിട്ട് ഉടമ്പടി ശരിയായ ആ വ്യക്തികൾ. പിന്നെ അവർ ദൈവത്തെ ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമായിട്ട്, രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അവർ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദാമും ഹവ്വയും അവർ ആദ്യ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നില്ലേ? ദൈവത്തിൻ്റെ ഇമേജ് ബെയറേഴ്സ് അഥവാ ദൈവത്തിൻ്റെ പ്രതിമ, ദൈവത്തിൻ്റെ സ്വരൂപം ഉള്ളവർ ആയിരുന്നില്ലേ? ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവർ ആയിരുന്നില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഓരോരുത്തരും, ഇസ്രായേലിലുള്ള ഓരോരുത്തരും, യഹൂദന്മാരായ ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. അവർ ആ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവർ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വരുന്നത് പോലെ അവർ ആ കുടുംബ ബന്ധത്തിലേക്ക് വീണ്ടും ദൈവമായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ആലയത്തിലുള്ള തെറ്റിക്കടന്ന ഉടമ്പടി ശരിയായിരിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിരിക്കുന്നു, പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ മുൻനിർണയവും ദൈവത്തിൻ്റെ മുൻ അറിവും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും പ്രകാരം തന്നെ അവരിപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിൻ്റെ അവകാശികളായിട്ട് തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടി ശരിയായത് കേവലം ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, മാനവരാശിക്ക് മുഴുവനാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളെയും
എന്നുവെച്ചാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എഫെസോസിലുള്ള അന്യ ജാതികളിൽ നിന്ന് യവന ഭാഷ സംസാരിക്കുന്ന മറ്റ് ദേവീദേവന്മാരെയും അർത്തിമിസിനെയും രാജാവിനെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തികളെയാണ്. ആ വ്യക്തികളോട് പറയുകയാണ്, നിങ്ങൾ ഇനി അന്യരല്ല, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്, നിങ്ങളെയും കൂട്ടവകാശികളാക്കിയിരിക്കുകയാണ്. നിങ്ങളെ സ്ലേവ്സ് ആയിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങളെ കൂട്ടവകാശികളാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നതും ഈ പാപക്ഷമ കൊടുക്കുന്നതും ഈ ഉടമ്പടി പുനഃസ്ഥാപിക്കുന്നതും കേവലം ഇസ്രായേലിനോട് മാത്രമല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളോടുള്ള ബന്ധത്തിലും, നിങ്ങൾ മാനവരാശിപ്പെട്ടവരല്ലേ, നിങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം ഉടമ്പടി പുതുക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നു, നിങ്ങൾക്കും ദൈവം വീണ്ടെടുപ്പ് തരുന്നു, നിങ്ങൾക്കും ദൈവം ഇസ്രായേലിനുള്ള ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ഭാഗം തരുന്നു, നിങ്ങൾക്കും ദൈവം യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശി എന്നുള്ള ഒരു സ്റ്റേറ്റസ് തരുന്നു, നിങ്ങൾക്കും ദൈവം അവനിൽ ഒരു അവകാശം തരികയാണ്. വരാനിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങളും ഇസ്രായേൽ മക്കളോട് കൂടെ, ഞങ്ങളോട് കൂടെ ഈ ഉടമ്പടി ശരിയായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ, നല്ല നീതിയിൽ, നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ദൈവത്തോട് മനുഷ്യരോടും നല്ല മനസാക്ഷിയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കും ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ഏത് പരിശുദ്ധാത്മാവിനെയാണോ യഹൂദന്മാർക്ക് തന്നത് അതേ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വന്ന് പ്രസംഗിച്ചപ്പോൾ, കൊർന്നേലിയോസ് അന്യജാതിക്കാരനാണ്, റോമക്കാരനാണ്, അവൻ അന്യദേവന്മാരെയൊക്കെ ആരാധിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അവൻ ആ അന്യദേവന്മാരോടുള്ള ആരാധനയൊക്കെ നിർത്തിയിട്ട് ജീവനുള്ള ഒരു ദൈവം ഇസ്രായേലിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ജീവനുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും കുറേ ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു സന്ദേശം തരാൻ വേണ്ടി നീ പത്രോസിനെ വിളിക്കണം. പത്രോസിൻ്റെ ഐഡൻറ്റിറ്റിയും പത്രോസ് എവിടെയാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. പത്രോസ് അവിടേക്ക് ചെന്ന് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിഷൻ പ്രകാരം ഗൈഡഡായിട്ട് ചെന്ന് പത്രോസ് അവിടെ പ്രസംഗിക്കുമ്പോൾ, അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? അവരെ ശുദ്ധീകരിക്കുന്നു. അവർ വിശ്വസിക്കുന്നു ദൈവത്തിൽ, അവർ ഈ ജീവനുള്ള ദൈവത്തിലും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലും അവൻ്റെ മരണം അടക്കം പുനരുത്ഥാനം, അവനിപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും അവൻ ജഡ്ജിയായി ഇരിക്കുന്നതും അവൻ മടങ്ങി വരുന്നതും ഒക്കെ അവർ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അവരുടെ മേലും അതേ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഏത് പരിശുദ്ധാത്മാവിനെയാണോ ദൈവം, ഏത് രീതിയിലാണോ ദൈവം യഹൂദന്മാരുടെ ഇടയിലേക്ക് അയച്ചത് അതേ രീതിയിൽ തന്നെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വിജാതീയരായ വ്യക്തികളുടെ ഇടയിലേക്കും അയക്കുകയാണ്. വിശ്വാസത്താൽ, അവർ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്താൽ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. ദൈവം അവരെ നീതിമാന്മാരായി കണക്കെടുക്കുകയാണ്. അവരുമായിട്ടുള്ള ബന്ധവും ദൈവം പുനഃസ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 1-ാം അധ്യായത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഒരുപക്ഷെ ഒരു കാർപ്പൻ്റർ ആയിരിക്കാം, ഒരുപക്ഷെ ഒരു തൊഴിലാളിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു മുക്കുവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങളുടെ വർത്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വില എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് നിങ്ങൾ ആരാണ് ഈ ലോകത്തിൽ, നിങ്ങളുടെ തൊഴിലെന്താണ് എന്നുള്ള കാര്യമല്ല. നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായിരിക്കാം, വലിയ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ ചെറിയ കുടുംബമായിരിക്കാം, നിങ്ങൾ വലിയ ജാതിയിലുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ജാതിയിലുള്ള വ്യക്തിയായിരിക്കാം. അതല്ല നിങ്ങളുടെ ഈ ലോകത്തിലുള്ളതും ദൈവത്തിലുള്ളതും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതുമായ വിലയെ നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നല്ല ഭംഗിയുള്ള വ്യക്തിയായിരിക്കാം, ഒരു ഭംഗിയും സൗന്ദര്യവും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഡിഗ്രികളും വിദ്യാഭ്യാസവും ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കാം, ഒരു ജ്ഞാനവും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങളൊരുപക്ഷെ ധനികനായിരിക്കാം അല്ലെങ്കിൽ പാവപ്പെട്ടവനായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സക്സസ് കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾക്കൊരു സക്സസ്സും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ എങ്ങനത്തെ വ്യക്തി ആയിരുന്നാലും ശരി, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു വില തരുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവം ഇൻട്രിൻസിക് ആയിട്ട് ഒരു വേർത്ത് തരുന്നുണ്ട്. അതുകൂടാതെ
നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ഇസ്രായേലിൻ്റെ മാത്രമല്ല സകല മാനവരാശിയുടെയും ദൈവവുമായിട്ട് തെറ്റിക്കടന്ന ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധനായി തീർന്നിരിക്കുകയാണ്, വിശുദ്ധയായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സഹോദരൻ സഹോദരിയായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വിശുദ്ധനാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതനാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്. യു ആർ എൻ എയർ. അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ അനാലജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്. ഇനി നമ്മൾ ദൈവാലയം എന്ന് പറയുന്ന അനാലജി ഉണ്ടല്ലോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവാലയം തെറ്റിക്കടന്ന ഉടമ്പടി നേരെയായി, പിന്നെ മനുഷ്യരെ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ആ അനാലജിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം പ്രകാരം നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതനാണ്. നിങ്ങൾ ഒരു ദൈവാലയമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന ഒരു ദൈവാലയമാണ്. യേശു ക്രിസ്തു ഈ ലോകത്ത് സഞ്ചരിച്ച സമയത്ത് യേശു ക്രിസ്തു ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. അവനും ദൈവവും നല്ല ബന്ധത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ദൈവാലയം, യഹൂദന്മാരുടെ ദൈവാലയം എന്തൊക്കെ ചെയ്യണോ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് കൂടി വരുന്ന ഒരു സ്ഥലമാണ് ദൈവാലയം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വർഗം ഭൂമിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. യേശു ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തത്? പാപമോചനം കൊടുത്തു ആളുകൾക്ക്. യേശു ക്രിസ്തു ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു ആളുകൾക്ക്. യേശു ക്രിസ്തു സൗഖ്യം കൊടുത്തു ആളുകൾക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചു. ആളുകളെ ശുദ്ധീകരിച്ചതായി പ്രഖ്യാപിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവമാക്കി വെച്ചിരുന്ന സ്ഥലമാണ് യഹൂദന്മാരുടെ ഇടയിൽ ദൈവാലയം. ദൈവാലയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് യേശു ക്രിസ്തു ചെയ്തത്. ദൈവാലയമാണ് പാപക്ഷമ കൊടുക്കേണ്ടത്. ദൈവാലയമാണ് ശുദ്ധീകരിച്ചതായിട്ട് ഓരോ വ്യക്തികളെയും പ്രഖ്യാപിക്കേണ്ടത്. ദൈവാലയമാണ് രോഗശാന്തിക്ക് വേണ്ടി അവർ കടന്നു പോകേണ്ട സ്ഥലം. ദൈവാലയമാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ദൈവം ആക്കി വെച്ചിരുന്ന ഒഥോറിറ്റേറ്റീവായിട്ടുള്ള അധികാരമുള്ള സ്ഥലം. ദൈവാലയമാണ് ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാനും ജീവൻ അനുഭവിക്കാനും ദൈവം തന്നിരുന്ന സ്ഥലം. ഈ കാര്യങ്ങളൊക്കെ യേശു ക്രിസ്തു ഒറ്റയ്ക്ക് ചെയ്തു. ഇനി പുതിയ ഉടമ്പടിക്കകത്തോട്ട് വരുമ്പോൾ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപക്ഷമ ലഭിച്ച ദൈവവുമായിട്ട് ഉടമ്പടി തിരിച്ച് കിട്ടിയ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മൾ സമൂഹമായിട്ടും ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ ഈ എഫെസോസിലെ കുറേ ആളുകളെന്ന് പറയുന്ന യഹൂദ പശ്ചാത്തലത്തു നിന്നും ജാതീയ പശ്ചാത്തലത്തു നിന്നും വന്ന ആളുകളെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ചെതറിക്കിടക്കുന്ന എന്തോ ഒരു ടീമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ആസ് എ ഹോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചെറിയ ചെറിയ ആലയമാണ്. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ കൊച്ചു കൊച്ചു ആലയങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധരാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മുടെ വർത്ത് എന്ന് പറയുന്നത് ഇനി നമ്മൾ ആ രീതിയിൽ വേണം കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ദൈവവചനം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങൾ കാരണം ഞാനത് നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കത്തേ ഇല്ലായിരുന്നു. ഞാനത് വിട്ടേനെ, ഈ ഒരു ടോപ്പിക്ക് ഞാൻ വിട്ടേനെ, നിരാശ കാരണം. പക്ഷെ പെട്ടെന്ന് ഈ ടോപ്പിക്ക് തന്നെ എന്നെ ഉണർത്തി. എൻ്റെ വർത്ത് എന്ന് പറയുന്നത്, എൻ്റെ വില എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് എൻ്റെ പ്രസംഗമാണോ, എൻ്റെ മിനിസ്ട്രിയാണോ, ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ എനിക്ക് തരുന്ന അംഗീകാരമാണോ? അല്ല.
എൻ്റെ വില നിശ്ചയിക്കുന്നത് ഞാൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. എൻ്റെ വില നിശ്ചയിക്കുന്നത് ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവം എന്നെ വിശുദ്ധനായിട്ട് കാണുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് കാണുന്നു, ദൈവത്തിൻ്റെ പ്രതിമയായിട്ട് കാണുന്നു, ദൈവത്തിൻ്റെ പുരോഹിതനായിട്ട് കാണുന്നു, ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ അവകാശിയായി കാണുന്നു. അതാണ് എൻ്റെ വില നിശ്ചയിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ വില എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് നിനക്കുള്ള ധനമോ, നിനക്ക് ലഭിക്കുന്ന അംഗീകാരമോ, ലൗകികമായി നിനക്ക് ലഭിക്കുന്ന പദവികളോ, നിനക്ക് ലഭിക്കുന്ന മാനങ്ങളോ സമ്മാനങ്ങളോ ഒന്നുമല്ല. നിൻ്റെ വില നിശ്ചയിക്കുന്നത് ദൈവമാണ്. ശാശ്വതമായ ഒരു വില ദൈവം നിനക്ക് തരുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്, നീ ദൈവത്തിൻ്റെ അവകാശിയാണ്, നീ ദൈവത്തിൻ്റെ ഒരു കൊച്ചു ആലയമാണ്, നീ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് സെൽഫ് വർത്ത് ഇഷ്യൂസ്, ഈ സൈക്കോളജിയിലുള്ളൊരു പ്രശ്നമാണ് ഈ സെൽഫ് വർത്ത് ഇഷ്യൂ. ചില ആളുകൾ പറയും നിങ്ങൾക്ക് സെൽഫ് വർത്ത് വളരെ കുറവാണ്. ആ സെൽഫ് വർത്ത് കുറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു പരാജയം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ ആ പരാജയമായിട്ട് നമ്മളെ ബന്ധിച്ച് കാണും. ആ പരാജയം നമ്മളായി മാറും, നമ്മൾ തന്നെ പരാജയമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അങ്ങനെ നമുക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ ജയപരാജയങ്ങളുമായിട്ട് ചേർക്കരുത്. നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടെത്തണം. നമ്മൾ ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായി നിലനിൽക്കുന്ന ഒരിടത്ത് നമ്മുടെ സെൽഫ് വർത്ത് കണ്ടെത്തണം. നമ്മുടെ സെൽഫ് വർത്ത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്, എനിക്ക് ഞാൻ ജയിച്ചാലും ശരി തോറ്റാലും ശരി, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, എനിക്ക് പണം ഉണ്ടായാലും ശരി പണം ഇല്ലെങ്കിലും ശരി, എനിക്ക് ഭാര്യ ഉണ്ടെങ്കിലും ശരി ഭാര്യ ഇല്ലെങ്കിലും ശരി, മക്കളുണ്ടെങ്കിൽ ശരി മക്കളില്ലെങ്കിലും ശരി, എന്നെ ആളുകൾ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ശരി, എന്നെപ്പറ്റി പല രീതിയിലുള്ള വ്യാജങ്ങളുണ്ടാക്കി പറഞ്ഞാലും ശരി, എനിക്ക് പണം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നതെങ്കിലും നല്ല ലക്ഷറിയിലാണ് കഴിയുന്നതെങ്കിലും ഏതായാലും ശരി, എൻ്റെ വ്യക്തി വിലയെ അല്ലെങ്കിൽ എൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത് ഈ കാര്യങ്ങളല്ല. ഇതൊക്കെ പുറമേ ഉള്ള കാര്യങ്ങൾ. എൻ്റെ ബന്ധങ്ങൾ മാറിപ്പോകാം, എൻ്റെ ജയങ്ങൾ പരാജയങ്ങളുമായി തീരാം, എൻ്റെ ധനം എന്നിൽ നിന്ന് എടുക്കപ്പെടാം, എൻ്റെ ആരോഗ്യം വിട്ടുപോകാം. എന്നാൽ ഇതൊന്നുമല്ല എൻ്റെ വില നിശ്ചയിക്കുന്നത്. എൻ്റെ വില, എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വില നിശ്ചയിക്കുന്നത് ഞാനാണ്, എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അവകാശിയാണ്. അതാണ് എൻ്റെ വില. അവിടെയാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, പിന്നെ നിങ്ങളുടെ ബിഹേവിയറിന് വ്യത്യാസം വരും, നിങ്ങളുടെ രീതികൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ പരാജയങ്ങളെയും ജയങ്ങളെയും നേരിടുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അതിനെ നിങ്ങൾ നേരിടുന്ന രീതികൾക്ക് വളരെയധികം വ്യത്യാസമുണ്ടാകും. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. REBT എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് സൈക്കോളജിയിൽ, ഒരു ബിഹേവിയറൽ തെറപ്പിയാണ്. ആ ബിഹേവിയറൽ തെറപ്പിയിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിഹേവിയർ കാണിക്കുന്നു, ചിലപ്പോൾ നമ്മൾ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രതിസന്ധിയോ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത വാക്കുകൾ വിളിച്ചു പറയുന്നു, നമ്മൾ ചിലപ്പോൾ ദുഃഖിതരായി ക്ഷീണിച്ചു പോയി കരഞ്ഞ് കുറേ സമയങ്ങൾ വിലപിച്ച് കളയുന്നു, നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി എടുത്ത് ഒരൊറ്റ പോക്കാണ്, ഇടിച്ച് ചത്താലും മരിച്ചാലും ആത്മഹത്യയായി മാറിയാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസസ് വരുന്നത്, ഈ ബിഹേവിയേഴ്സ്. ഇതൊന്നും നല്ല ബിഹേവിയേഴ്സ് അല്ല, നമുക്കറിയാം. പക്ഷെ അങ്ങനെ നമുക്ക് ഈ ബിഹേവിയേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഒരു ചിന്തയുണ്ട് എന്നാണ് REBT പറയുന്നത്. REBT ഒരു ബിഹേവിയറൽ തെറപ്പിയാണ്. ആ ചിന്തയാണ് നമ്മുടെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതി ഉണ്ടായി. ആ സംഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിനെ ഒരു പരാജയമായിട്ട് കാണുന്നു. അത് പരാജയമായി നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ പരാജയമായതുകൊണ്ടാണ് ഈ പരാജയം വന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഏറ്റെടുക്കുന്നതെങ്കിൽ, നമ്മുടെ വില അതിനോട് ചേർത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്ത എന്താണ്? നമുക്ക് പരാജയം ഉണ്ടായി, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, നമുക്ക് പ്രയാസമുണ്ടായി, ഇതൊക്കെ ഞാനാണ് എന്നുള്ള ഒരു രീതി നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിനകത്ത് ഗവൺ ചെയ്യുന്ന ചിന്ത എന്ന് പറയുന്നത്
നമ്മുടെ ഈ ബിഹേവിയറൊക്കെ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ചിന്ത എന്താണ്? ഞാൻ പരാജയമാണ് എന്നുള്ള ചിന്തയാണ്. ഞാൻ പരാജയമാണ് എന്നുള്ള ചിന്ത വന്നാൽ നമ്മൾ ഡിപ്രസ്ഡായി പോകും. നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് ദേഷ്യം വരും, നമ്മൾ ചിലപ്പോൾ ചീത്ത വാക്കുകൾ വിളിച്ചു പറയും, നമ്മൾ ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് വരും. പക്ഷെ ആ പരാജയമാണ് എന്നുള്ള കാര്യം നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുക. ഞാനല്ല പരാജയപ്പെട്ടത്, പരാജയം എനിക്ക് സംഭവിച്ചു, പക്ഷെ ഞാൻ പരാജയമല്ല. ഞാൻ ക്രിസ്തുയേശുവിൽ ജയാളിയാണ്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരണത്തെ വരെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ, ഇല്ലേ? പാപത്തെ, ശാപത്തെ, വെറുപ്പിനെ, സാത്താനെ, മരണത്തെ, ഇതിനെയൊക്കെ യേശു ക്രിസ്തു തോൽപ്പിച്ചു. ഇതിനെയൊക്കെ യേശു ക്രിസ്തു തോൽപ്പിച്ചിട്ട് ജയാളിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നു. അവിടെയാണ് ഞാനിരിക്കുന്നതെങ്കിൽ, ആ ക്രിസ്തുവിലാണ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം വഹിക്കുന്ന അവനിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ വില എത്രയാണ്? ഞാൻ ജയാളിയല്ലയോ? ഞാൻ പാപത്തെ ജയിച്ചിരിക്കുന്നു, ശാപത്തെ ജയിച്ചിരിക്കുന്നു, മറ്റുള്ളവർ എൻ്റെ മുകളിൽ എറിയുന്ന വെറുപ്പിനെ ഞാൻ ജയിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൽ. ഞാൻ മരണത്തെയും ജയിച്ചിരിക്കുന്നു. പാപ, ശാപ, രോഗം, ദുഃഖം, മരണം, വെറുപ്പ്, ഇതിനെല്ലാം ജയിച്ച് ജീവനും ചൈതന്യവുമുള്ള, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ക്രിസ്തു യേശുവിൽ ജയാളിയാണ്. അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ക്രിസ്തു യേശുവിൽ ജയാളിയാണ്, ഞാൻ സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, ഞാൻ ജീവൻ വ്യാപരിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്താഗതി, നമ്മൾ ആ പരാജയമാണെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവും. പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിന് പകരം, പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് പകരം, പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നതിന് പകരം നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കും, നല്ല കാര്യങ്ങൾ പറയും, നല്ല കാര്യങ്ങൾ ചെയ്യും, ദൈവത്തെ നമ്മളിലൂടെ മഹത്വപ്പെടുത്തും. പക്ഷേ ആ കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ മാതിരി നമുക്കുണ്ടാകുന്ന പരാജയം, ആ ഒരു ഷോക്കുണ്ടല്ലോ, സഡനിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും കാണിച്ചെന്നിരിക്കാം. അവിടെ നിന്ന് പെട്ടെന്ന് റീകവർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. രണ്ട്, ആ റീകവറി ടൈം നമുക്കിങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ മാതിരി ആയിരിക്കുക. ഞാനിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ റീകവർ ചെയ്താൽ മാത്രം പോരാ. നമ്മൾ അവിടെ എത്തിയ ശേഷം പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതേമാതിരിയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ നേരിടും, ഞാൻ എങ്ങനെ അതിനോടുള്ള ബന്ധത്തിൽ പെരുമാറും എന്നത് നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് കാണണം. അതിനെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും എനിക്ക് ഇതേമാതിരി ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്കുണ്ടാകുന്ന അനുഭവവും ഞാൻ തിരിച്ചതിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ ഞാൻ മുതലെടുക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാതെ എൻ്റെ ചിന്താഗതി എവിടെ നിന്നാണ് ഈ പ്രതികരണം വരുന്നത് എന്നത് ഞാൻ അനലൈസ് ചെയ്യും. ഞാൻ പരാജയമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണോ ഈ പ്രതികരണം വരുന്നത്, അതോ ഞാൻ ജയാളിയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണോ ഈ പ്രതികരണം വരുന്നത്? പരാജയമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്തായാലും നമുക്കറിയാം പ്രതികരണത്തിൻ്റെ പ്രതിഫലനമൊക്കെ എന്തായിരിക്കും. അതുകൊണ്ട് അവിടെ ഞാനൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ജയാളിയാണ്, ക്രിസ്തുയേശുവിൽ ഞാൻ ജയാളിയാണ്, ഞാൻ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നേഹവും ജീവനും വ്യാപരിക്കുന്നവനും സ്നേഹവും ജീവനും വ്യാപരിപ്പിക്കേണ്ടവനുമാണ്. വെറുപ്പും മരണവുമല്ല എന്നിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്, സ്നേഹവും ജീവനുമാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ, അങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ സന്ദർഭങ്ങളെയും നമ്മുടെ മനസ്സിനകത്ത് ആദ്യമേ കണ്ടിട്ട് അതിനെ നമ്മൾ തരണം ചെയ്ത് കഴിയുമ്പോൾ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെൽഫ് വർത്ത് ഉണ്ടാകും, കുറച്ചുകൂടെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മഹത്വം ഉണ്ടാകും, വിലയുണ്ടാകും, കുറച്ചുകൂടെ ദൈവത്തിൻ്റെ സ്നേഹം അതിലൂടെ വ്യാപരിക്കാനായിട്ടിടയാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സക്സസ് ഇല്ലാത്ത അവസ്ഥകളും മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ വില കുറഞ്ഞവരാണ് എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും എത്ര പൈസ ഉണ്ടാക്കിയാലും നിങ്ങൾ ഇലോൺ മസ്കിൻ്റെ പോലെ പൈസക്കാരനാകാൻ പോകുന്നില്ല.
മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലരോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെന്ന് തോന്നും, വേറെ ചിലരോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞു പോയെന്ന് തോന്നും. വിദ്യാഭ്യാസമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ഐശ്വര്യ റായിയോടോ അല്ലെങ്കിൽ ഷാറുഖ് ഖാനോടോ ഒക്കെ കമ്പയർ ചെയ്താൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ തോറ്റു പോകും ഇല്ലേ? ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വലിയ വലിയ പ്രൊഫസർമാരുണ്ട്. നമുക്ക് NT റൈറ്റ് പോലുള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വലിയ വലിയ പ്രൊഫസർമാരുണ്ട്. പിന്നെ ലോകപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ സയൻറ്റിസ്റ്റുകളുണ്ട്, ഐൻസ്റ്റൈനെ പോലുള്ളവരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും പരാജയമാണ്. അവരുടെ അത്ര നമുക്ക് എന്തായാലും എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ലോകത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ വെർത്ത് നമ്മൾ കണ്ടെത്താനായിട്ട്, നമ്മുടെ വില നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഏതൊക്കെയോ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ നമ്മുടെ വില കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ പരാജയപ്പെടും. പക്ഷേ നമ്മുടെ വില നമ്മൾ കാണുന്നത് ഒരിക്കലും നശിക്കാത്ത ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തിലാണെങ്കിൽ, ദൈവം നമ്മളെ വിശുദ്ധനായി, അവൻ്റെ മകനായി, അവൻ്റെ അവകാശിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിലാണെങ്കിൽ, ക്രിസ്തു യേശുവിലാണ് നമ്മുടെ വില നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ, ശാശ്വതമായ ഒന്നിലാണ് നമ്മുടെ വില നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ, അവിടെ നിന്നായിരിക്കും നമ്മുടെ ചിന്തകൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ചിന്തകൾ ഇരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ബിഹേവിയറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങളും ആ രീതിയിലുള്ളതായി തീരും. അപ്പോൾ ഈ REBT എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ തെറപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ബേസ്ഡ് ആണ്. അത് കണ്ടുപിടിച്ച വ്യക്തിയും ബൈബിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. കൗൺസിലിങ്ങിനൊക്കെ അത് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ വേദപുസ്തക പ്രകാരം നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ പല മോശമായിട്ടുള്ള സ്വഭാവങ്ങളെയും ബിഹേവിയേഴ്സിനെയും നിയന്ത്രിക്കാനായിട്ടും മാറ്റാനായിട്ടും സാധിക്കും. നമ്മുടെ വ്യക്തിത്വത്തെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നെപ്പോലെയുള്ള പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇംപെർഫെക്ഷൻ നേരിടേണ്ടി വരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വില നിങ്ങൾ ആ പെർഫെക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താതിരുന്നാൽ, പെർഫെക്റ്റ് ആയാലും ശരി പെർഫെക്റ്റ് അല്ലെങ്കിലും ശരി, ദൈവത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ആണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രതികരണം പെർഫെക്ഷൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മറ്റുള്ളവരെ പഴി പറയുന്നതിൻ്റെയും എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെയുമായ പ്രതികരണമായിരിക്കില്ല. മറിച്ച് ആ പെറുപെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ മാറി നിങ്ങൾ സ്നേഹത്തോടെ മറ്റുള്ളവരോടും നിങ്ങളോട് തന്നെയും പെരുമാറാനായിട്ട് പെർഫെക്ഷൻ ഇല്ലാതാവുന്ന സമയത്തും പഠിക്കും. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും അത് പഠിക്കും. ദൈവം അതിനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ. ഈ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെറ്റിപ്പോയ ഉടമ്പടി ദൈവം നിരപ്പാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? നിങ്ങൾ വിലപ്പെട്ടവനാണ്, നിങ്ങൾ വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്, ദൈവത്തിൻ്റെ ഒരു കൊച്ചാലയമാണ് എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ചില ആളുകളൊക്കെ ഈ 1-ാമത്തെ അധ്യായം എടുത്തിട്ട് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കാതെ, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതെ, അതിൻ്റെ പഴയ നിയമവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാതെ, അതിൻ്റെ ഉടമ്പടി കണക്ഷൻസ് മനസ്സിലാക്കാതെ, അതിനെ വളരെ ഒരു എന്താ പറയുക, ഒരു യാന്ത്രികമായിട്ട് അതിനകത്തൊരു സത്യമോ സ്നേഹമോ ശക്തിയോ ജീവനോ ഇല്ലാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇത് 1 2 3 4 5 6 7 അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഈ അനുഗ്രഹങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ അനുഗ്രഹങ്ങൾക്ക് വിലയുള്ളത് ഈ